നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും വരുന്ന 17-ാം തീയതി അദ്ദേഹം രാജി സമർപ്പിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. 6 മാസത്തിനുള്ളിലായിരിക്കും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ ഒരു വലിയ തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടിക്ക് കുറച്ചെങ്കിലും ആശ്വാസം ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇടത് ക്യാമ്പുകൾക്ക് നേരെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യമാണ്. നമുക്കറിയാം, ടി സിദ്ദിഖ്, AP അനിൽകുമാർ തുടങ്ങി വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി, അതിനോടൊപ്പം തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരുമായി ദില്ലിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. വ്യക്തിപരമായി രാഹുൽ ഗാന്ധിക്ക് വയനാട്ട് വിട്ടു പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. റായ്ബറേലിയിൽ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തത് പോലും അവസാന നിമിഷത്തിലായിരുന്നു. അത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വലിയ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നുള്ള വിവരവുമുണ്ട്. റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ജയിച്ച സാഹചര്യത്തിൽ ഹിന്ദി ഹൃദയ ഭൂമിയിലേക്ക് തന്നെ പ്രവർത്തനം നീട്ടണം എന്നുള്ളതാണ് അവിടെ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ദക്ഷിണേന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി വരേണ്ട ആവശ്യമില്ല എന്നുകൂടി അവർ കണക്ക് കൂട്ടുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ അവിടെ അടുത്തതായി നമ്മൾ ഏറ്റവും അധികം കേട്ട പേര് പ്രിയങ്ക ഗാന്ധിയുടേതാണ്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അവർക്കും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച്, വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്ന് താല്പര്യമുള്ള ഒരു നേതാവാണ്. രണ്ടാമതായി ഉയർന്നു വന്ന പേര് തൃശ്ശൂരിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി K മുരളീധരന്റേതാണ്. തൃശ്ശൂരിൽ ഉണ്ടായ വലിയ തോൽവിയുടെ ക്ഷീണം മാറുന്നതിന് മുൻപ് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് മുരളീധരൻ സജ്ജമാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന്റെ കണ്ണ്, അല്ലെങ്കിൽ KPCC നേതൃനിരയിലേക്ക് പോകാനാണ് മുരളീധരന് താല്പര്യം എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. UDFന്റെ ഉറച്ച കോട്ടയായ വയനാട്ടിൽ മത്സരിക്കാൻ മിക്ക കോൺഗ്രസ് നേതാക്കന്മാർക്കും ആഗ്രഹമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. MM ഹസൻ, അതിനോടൊപ്പം തന്നെ VT ബൽറാം, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരുടെ പേരുകളും വയനാട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ എന്താകും എന്നുകൂടി നോക്കിയ ശേഷം മാത്രമേ വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് കടക്കൂ എന്ന കാര്യം ഉറപ്പാണ്. പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും തൽക്കാലം അതിനൊന്നും ചെവി കൊടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം തുടരുന്നത്. നിലവിൽ എന്തായാലും ഈ ഉത്തരേന്ത്യയിലും മറ്റും കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചന നൽകിയ സ്ഥിതിക്ക് ഇനി അവരുടെ പ്രവർത്തനം കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് ഉത്തരേന്ത്യയിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും. ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വയനാട്ടിൽ പ്രിയങ്ക ഇറങ്ങിയില്ല എങ്കിൽ പിന്നെ ആര് എന്നുള്ള ചോദ്യമാണ് കേരള രാഷ്ട്രീയം ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.